നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. താരസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഞാൻ വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്. താരസംഘടനയായ അമ്മയുടെ താൽക്കാലിക കമ്മിറ്റി ഇന്നലെ കൊച്ചിയിൽ ചേർന്നു. നിലവിലെ കമ്മിറ്റി തുടർന്നു പോകുന്ന സാഹചര്യമാണുള്ളത്. ഈ അടവ് കമ്മിറ്റിയാണ് ഇന്നലെ കൊച്ചിയിൽ ചേർന്നത്. അതിൽ ഭൂരിഭാഗം അംഗങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു കമ്മിറ്റി, വിപുലമായ ഒരു കമ്മിറ്റി കൊച്ചിയിൽ ചേർന്നു. ഇതിൻ്റെ പ്രസിഡന്റായ മോഹൻലാൽ, ലാലേട്ടൻ ബോംബെയിൽ ഷൂട്ടിലാണ്. അദ്ദേഹം ഈ കമ്മിറ്റിയിൽ ഓൺലൈനായി പങ്കെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. വളരെ നിർണായകമായ ഒരു കമ്മിറ്റി തന്നെയായിരുന്നു. കമ്മിറ്റിയിൽ വിവിധ കാര്യങ്ങൾക്ക് തീരുമാനമെടുത്തിരിക്കുന്നു. ഈ തീരുമാനങ്ങളാണ് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സന്തോഷ വാർത്ത കൂടിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമാ പ്രേമികൾക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. താരസംഘടന അമ്മ ഔദ്യോഗികമായി ഉള്ള ഒരു കുടുംബ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. താരസംഘടന രൂപീകരിച്ചിട്ട് ഇന്നേ വരെ ഒരു കുടുംബ സംഗമം നടന്നിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത്തരം ഒരു കുടുംബ സംഗമം 10,000-2,000 പേര് പങ്കെടുക്കുന്ന ഒരു കുടുംബ സംഗമം നടത്താനാണ് ഇപ്പോൾ താരസംഘടന ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിന്റെ പണിപ്പുരയിലായിരുന്നു അംഗങ്ങൾ. ഇന്ന് പൂർണ്ണമായി ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മിറ്റികൾ, ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം. ഇവരെല്ലാം ചേർത്തുകൊണ്ടൊരു വിപുലമായ യോഗവും ഇന്ന് നടന്നു. 55 പേരോളം പങ്കെടുത്ത യോഗമാണ് നടന്നതെന്നാണ് കിട്ടുന്ന വിവരം. ഈ പരിപാടി ഇന്ന് അടവ് കമ്മിറ്റി കൂടുമ്പോൾ സുരേഷ് ഗോപി ആ കമ്മിറ്റിയിൽ പങ്കെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതും ഓൺലൈനായിട്ട് സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ കൃത്യമായി കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ പരിപാടികൾ നടത്തേണ്ടത്, ഈ പരിപാടികൾ എന്തൊക്കെയാണ് ഉള്ളത് എന്ന കാര്യങ്ങളെല്ലാം ഇന്ന് യോഗത്തിൽ ചർച്ച ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപിയും മോഹൻലാലും മമ്മൂക്കായും സുരേഷ് ചേട്ടനും ലാലേട്ടനും നേതൃത്വം നൽകുന്ന പല പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനെനിക്ക് കിട്ടുന്ന രാവിലെ 9 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഇതിനുശേഷമാണ് വിവിധ പരിപാടികളിലേക്ക് പോകുന്നത്. മോഹൻലാലും സുരേഷ് ഗോപിയും മമ്മൂട്ടിയും നേതൃത്വം നൽകുന്ന ടീമുകൾ ഫുട്ബോൾ ടീമുകളായി മത്സരമുണ്ടാവും, ഫുട്ബോൾ മത്സരമുണ്ടാവും. അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് മത്സരമുണ്ടാവും, വടംവലി മത്സരമുണ്ടാവും. ഇതെല്ലാമാണ് ഇവരുടെ നേതൃത്വത്തിൽ ആദ്യം നടക്കുന്നത്. പിന്നീട് ഉച്ചയ്ക്ക് 3 മണി മുതൽ താരസംഘടനയായ അമ്മയുടെ കുടുംബാംഗങ്ങളിലെ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട പല കുടുംബാംഗങ്ങളും ഈ താരസംഘടന ജനറൽ ബോഡി നടക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്കൊന്നും വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവരെല്ലാവരും ഒത്തുചേരുന്ന ഒരു മഹാസംഗമമാക്കാൻ തന്നെയാണ് താരസംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ കുടുംബാംഗങ്ങളുടെ വിവിധ പല മത്സരങ്ങൾ റാമ്പ് ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം ഒരു മത്സരവും തീരുമാനിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇത് നടത്താനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം വൈകിട്ട് 7 മണി മുതൽ മെഗാ ഷോ, സ്റ്റേജ് ഷോ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വലിയ ഷോയായി തന്നെ തീരുമാനിച്ചു. താരസംഘടനയുടെ അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള വിവിധ പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്കിറ്റും ഡാൻസും ഗാനമേളയും ഒക്കെയായി വിവിധ മത്സരങ്ങളോട് കൂടിയുള്ള നല്ല ഒരു സ്റ്റേജ് ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സ്റ്റേജ് ഷോയ്ക്ക് നേതൃത്വം നൽകുന്നത് നാദിർഷായും ടിനി ടോമും പിഷാരടിയുമാണ് ഈ ഷോ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ താരസംഘടന എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്റ്റേജ് ഷോയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പണം എന്ന് വെച്ചാൽ ഇത് സ്റ്റാൾ ഉൾപ്പെടെ, ഇതിന്റെ സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ ഇതിൽ ലഭിക്കുന്ന ഫണ്ട് വിനിയോഗിക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടത്. ഇതിൽ നിന്നും കിട്ടുന്ന ഫണ്ട് വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജീവൻ രക്ഷാ മരുന്ന് പദ്ധതിക്ക് വേണ്ടിയാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നത്. ഈ ഫണ്ട് ഇതിനു വേണ്ടിയായിരിക്കും വിനിയോഗിക്കുക എന്നാണ് താരസംഘടനയുടെ അംഗങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കുറേ നാളുകളായി താരസംഘടന നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്നതും ആ പ്രവർത്തികൾക്കൊക്കെ ഫണ്ടുകൾ ഒരേ പ്രോഗ്രാം നടത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലൂടെ നല്ലൊരു ഫണ്ട് സ്വരൂപിച്ച് ഈ മരുന്ന് പദ്ധതിക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനു മുമ്പ് കമ്മിറ്റി കൂടിയപ്പോൾ ഇത്തരം ഒരു പദ്ധതിക്ക് മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത ഞാൻ ചെയ്തിരുന്നു. അത് പ്രാബല്യത്തിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു വാർത്ത കൂടി പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുന്നു. ഇതിന്റെ ഔദ്യോഗികമായുള്ള ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഇതിന്റെ റെക്കോർഡിംഗും അതോടൊപ്പം തന്നെ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നതിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പായി ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കമ്പനിയായ 1Do ടോക്സിനാണ് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമാണ് ഇതിന്റെ അവകാശമുള്ളത്. ഇത് ചിത്രീകരിക്കാനുള്ള അവകാശം, ഇത് പ്രേക്ഷകരെ കാണിക്കാനുള്ള അവകാശം നമുക്ക് മാത്രമാണ് ലഭിച്ചിരിക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ താരസംഘടന അമ്മയുടെ ഔദ്യോഗിക പേജിലും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ജനുവരി 4-ാം തീയതിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ജനുവരി 4-ാം തീയതിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം വലിയ ഷോയായി മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നു. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ജനുവരി 4-ാം തീയതി വലിയ ഷോയാക്കി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ
പാർട്ട്ണർഷിപ്പ്, ഡിജിറ്റൽ പാർട്ട്ണറാണ് 12 ടോക്സ്. ഞാൻ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരവും അറിയിക്കുകയാണ്. അത് ഞങ്ങളും അതോടൊപ്പം തന്നെ താരസംഘടനയായ അമ്മയുടെ ഔദ്യോഗിക പേജും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും താരസംഘടന ഇത്തരമൊരു പരിപാടികൾ നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷം കൂടിയാണ് ഞങ്ങളെ ഇത്രയും നാളും വളർത്തിയ, ഞങ്ങളുടെ കൂടെ നിന്ന ഞങ്ങളെ പ്രേക്ഷകരേക്ക് മുന്നോട്ട് വെക്കാനുള്ള. പ്രേക്ഷകർ ഇനിയും ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കണം. ഈ പ്രോഗ്രാം തത്സമയം ലൈവായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈവായിട്ട് ഞങ്ങളുടെ 12 ടോക്സ് ചാനലും അതുകൂടാതെ ഞങ്ങളുടെ 30ഓളം ഫേസ്ബുക്ക് പേജിലും 10ഓളം യൂട്യൂബ് ചാനലും 4ഓളം ഇൻസ്റ്റയിലും ആയിട്ടാണ് ഞങ്ങൾ ഇത് കാണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമ്മയുടെ ഔദ്യോഗിക പേജിലും ഈ പ്രോഗ്രാം എല്ലാം പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന നിലയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അടുത്ത 4-ാം തീയതി, ജനുവരി 4-ാം തീയതിയാണ് ഈ താരസംഘടനയായ അമ്മയുടെ കുടുംബ സംഗമത്തിന് തിരിതെളിയുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.